ഇന്ന് ഞാൻ ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അത് എൻ്റെ രീതിയിലാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനതിനായിട്ട് ഇവിടെ ആവശ്യത്തിന് ഉള്ളി ചെറുതായി അരിഞ്ഞ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് ഇത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. അധികം മൂത്ത് പോകാൻ പാടില്ല. നല്ലതുപോലെ ഒന്ന് വഴന്ന് കിട്ടുന്നത് വരെ ഈ ഉള്ളി ചെറുതായി ഒന്ന് തുടർച്ചയായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ചെറുതായി കിടക്കുന്ന ഉള്ളി പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഈ വഴന്ന് കിട്ടിയ ഈ ഉള്ളിയിൽ നിന്ന് ഞാനിവിടുന്ന് പകുതി എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. പകുതിയിൽ കൂടുതൽ എടുക്കുന്നുണ്ട്. കുറച്ച് മാത്രം വെച്ചിട്ട് പകുതിയിൽ കൂടുതൽ ഉള്ളി ഞാൻ ഇവിടുന്ന് കോരി മാറ്റി. ഇനി നമുക്കിതിനകത്തേക്ക് ഈ വഴന്ന് കിട്ടിയ ഉള്ളിയിലേക്ക് ബാക്കി ചേരുവകൾ കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായി ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് അതിനുശേഷം 2-3 കുരുമുളക് ചേർത്തു. പിന്നെ ഞാൻ ചേർത്തത് പെരുംജീരകമാണ്. അത് ഇഷ്ടമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതിനുശേഷം ഞാൻ 2-3 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു തക്കാളി ചേർത്ത് കൊടുത്ത് നമ്മളുടെ ചിക്കൻ അനുസരിച്ച് നമുക്ക് തക്കാളി എടുക്കാം. ഇവിടെ ചിക്കൻ കുറവായതുകൊണ്ട് മാത്രം ഞാൻ ഒരു തക്കാളിയെ ചേർത്തുള്ളൂ. പിന്നെ ഞാൻ 2-3 പച്ചമുളക് ചേർത്ത് കൊടുത്തു. ഇനി കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് ഇതുപോലെ ഇതൊന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കണം. ഇതുപോലെ നല്ലവണ്ണം വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഇത് നമുക്കൊന്ന് നല്ലവണ്ണം അരച്ചെടുക്കണം. നല്ലവണ്ണം പേസ്റ്റ് പോലെ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് ചിക്കൻ കറി വെക്കുന്നത് എങ്ങനെ നോക്കാം. അതിനായി ഞാൻ ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് അതിനുശേഷം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഞാൻ കുറച്ച് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. കാരണം നേരത്തെ ഉള്ളി വഴറ്റിയപ്പം അതിനകത്തും എണ്ണ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രം എണ്ണ ചേർത്തിട്ടുള്ളൂ. ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനിയും കടുക് പൊട്ടി വരുമ്പം നമ്മൾ മാറ്റി വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളി ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. അതിനുശേഷം എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തു. അതിനുശേഷം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഗരം മസാല, ചിക്കൻ മസാല എന്നിവയെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തില്ല. ഉള്ളി വഴറ്റിയപ്പം ഉപ്പ് ചേർത്തത് കൊണ്ട് ഞാനിപ്പോൾ ഏതായാലും ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനിയും നമുക്ക് മുമ്പേ അരച്ച് വെച്ച ആ പേസ്റ്റ് നമുക്ക് ചേർത്ത് ഇതൊന്ന് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കണം. ഞാനിതുപോലെ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും മല്ലിയിലയും ഒക്കെ ഒന്ന് ചതച്ച പേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ചൂടുവെള്ളം ചേർത്ത് ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതുകൂടി ചേർത്ത് ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ പൊടികളെല്ലാം ഒന്ന് പച്ചമണം മാറിക്കിട്ടി എല്ലാം നല്ലവണ്ണം ഒന്ന് മൂത്ത് വരും. എണ്ണയൊന്ന് തെളിഞ്ഞു വരുന്നവരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇതുപോലെ എണ്ണയൊന്ന് തെളിഞ്ഞു വരുമ്പം ഇനി നമ്മൾ കഴുകി മാറ്റി വെച്ച് ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്ത് ഇനിയാണ് ഇത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെന്ന് പറഞ്ഞാൽ ഇത് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ ചിക്കൻ ഒന്ന് നല്ലവണ്ണം മൂത്ത് വരുമ്പോൾ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അത് ആ സമയത്തേക്ക് നമുക്ക് വെള്ളം തിളപ്പിച്ച് വെക്കാം. ഇത് ഒന്ന് മൂത്ത് കിട്ടുമ്പോഴത്തേക്ക് വെള്ളം തിളപ്പിച്ചെടുക്കണം. ചൂടുവെള്ളം മാത്രമേ ഇതിനകത്ത് ഒഴിക്കാൻ പാടുള്ളൂ. പച്ചവെള്ളം ഒഴിക്കാതിരിക്കുക. ചൂടുവെള്ളം ഒഴിച്ച് ആണ് ഇത് വേവിക്കേണ്ടത്. അതുകൊണ്ട് ഇതുപോലെ മൂപ്പിച്ചെടുക്കുന്ന സമയം കൊണ്ട് വെള്ളം തിളപ്പിച്ചെടുക്കാം. ഞാനിവിടെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇത് നോർത്ത് ഇന്ത്യക്കാരാണ് ഇങ്ങനെ വെക്കുന്നത്. അവർ കുക്കറിനകത്താണ് വെക്കുന്നത്. അവർ ഉള്ളി വഴറ്റാതെ പച്ച ഉള്ളി തന്നെ അരച്ചതിന് ശേഷമാണ് അവർ എണ്ണയിലിട്ട് വഴറ്റുന്നത്. പക്ഷേ ഞാനിവിടെ ഉള്ളി നേരത്തെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ തിളച്ച വെള്ളം
ഇതിലേക്ക് ഒഴിച്ച് ഇനി നമുക്കിത് മീഡിയം തീയിൽ നല്ലതോണം വേവിച്ചെടുക്കണം. ഒന്ന് അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഈ രീതിയിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ അവരവരുടെ ഇഷ്ടത്തിന് അനുസരിച്ചാണ് ഈ പെരുംജീരകമൊക്കെ ചേർക്കുന്നത്. ഗരം മസാല ചേർത്തത് കൊണ്ടാണ് ഞാൻ കറുവപ്പട്ട, ഗ്രാമ്പൂ അങ്ങനെയുള്ളതൊന്നും ചേർക്കാഞ്ഞത്. ഗരം മസാല ചേർത്തത് കൊണ്ട് മാത്രമാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അതിനനുസരിച്ച് ചേരുവകൾ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇതുപോലെ ഉള്ളി വഴറ്റി അരച്ച് മല്ലിയിലയൊക്കെ ഒന്ന് അരച്ച് എടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം അറിയിക്കണം.